സമാധാനത്തിൽ കിടന്നുറങ്ങിയിരുന്ന എന്നെ വിളിച്ചുണർത്തി. ഇന്ന് നമുക്ക് ട്രെയിൻ യാത്ര നടത്തിയാലോ എന്ന് പറഞ്ഞു. ട്രെയിനിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും യാത്ര ഇതുവരെ ചെയ്തില്ല. അങ്ങനെ ആ ട്രെയിനിലൊരു യാത്ര, എൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്ര. വളരെ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. തലശ്ശേരി മുതൽ വടകരയായിരുന്നു. വടകരയിലെ ആനനെ കാണിച്ചര, കുതിരനെ കാണിച്ചര എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ യാത്ര. യാത്രക്കിടയിൽ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ വിശപ്പിനെ കടിച്ചു പിടിച്ച് വെച്ചു. ഇങ്ങനെ കുഴപ്പമില്ലായിരുന്നു. അധികം സമയമൊന്നും എടുത്തില്ല. പെട്ടെന്ന് തന്നെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ വടകര എത്തി. അവിടെ ഇറങ്ങി. അവിടെ നിന്ന് നേരെ മുനിസിപ്പൽ പാർക്ക് എന്ന സ്ഥലത്ത് പോയി. അങ്ങനെ അവർ ആനയെ കാണിച്ചു തന്നു. ഇതാണ് ആന, എങ്ങനെ ഇരിക്കുന്നു. ആനയുടെ ശില്പത്തെ കാണിച്ചിട്ടാണ് ആനയാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കും. ഞാൻ അതിനെ തുടർന്ന് പോയിട്ട് അതിൻ്റെ മുഖത്ത് പോലും നോക്കിയിരുന്നു. കാരണം യഥാർത്ഥ ആനയല്ലാതെ ഞാനൊരു ആനയെ തൊടുകയോ അതിൻ്റെ പുറത്ത് ഇരിക്കുക പോലും ചെയ്യില്ല. ഇത് ഞാൻ ചെയ്യുന്നൊരു ശപഥമാണ്. ചില സമയങ്ങളിൽ ഞങ്ങൾ ശബ്ദങ്ങൾ തെറ്റിക്കേണ്ടത് വരും. അതാണ് ഇക്കാണുന്നത്. ഈ ആനക്കുട്ടി ആക്ച്വലി മുനിസിപ്പൽ പാർക്കിലുള്ളതല്ല. ഇത് വടകരയിലുള്ള ഇരിങ്ങൽ എന്ന സ്ഥലത്തുള്ള സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലാണ്. അതൊരു വലിയൊരു സ്ഥലമാണ്. ക്രാഫ്റ്റുകൾ എന്ന് പറയാൻ ഇമാതിരി ക്രാഫ്റ്റുകൾ. പിന്നെ എനിക്ക് കാണിച്ചെന്നാണ് ഇത് ഡൈനോസർ. ഞാൻ പല്ല് ഒറിജിനലാണോ എന്ന് നോക്കേണ്ടിട്ട് ഞാൻ തൊട്ട് നോക്കി. ആ പല്ല് ഒറിജിനല്ല, അതും മരം തന്നെയാണ്. പിന്നെ അതാ ഏറ്റവും വലിയ കോമഡി, അവരെന്നെ ഒരു കപ്പൽ കാണിച്ചു. എന്നിട്ട് പറയാണ് ഇത് പൈററ്റ്സ് ഓഫ് ദ കരീബിയനിലെ ബ്ലാക്ക് പേളാണ്. ഞാനത് കേട്ടത് ചിരിച്ചു. എനിക്ക് ചിരി അടക്കാൻ പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവർ ഓരോ തവണയും ബ്ലാക്ക് പേൾ എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചു. കാരണം ബ്ലാക്ക് പേൾ ഇങ്ങനെയല്ലല്ലോ. ബ്ലാക്ക് പേൾ ഒരു തരം ബ്ലാക്ക് കളറല്ലേ? ബ്ലാക്ക് കളർ ആയിരുന്നില്ലേ? അല്ലേ? ആയിരിക്കാം. എനിവേ ഇതല്ലായിരുന്നു ആ കളർ. ഇതെന്ത് ഡിഫറെൻറ്റ് കളറായിരുന്നു. ഒരു ഗോൾഡ് കളറാണ് ഇതുള്ളത്. എങ്കിലും അതും ഒരു നല്ലൊരു ശില്പം തന്നെയാണ്. കപ്പലിൻ്റെ ഒരു രൂപം തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞാൻ ചെയറിലിരുന്ന് കുറച്ച് നേരം വിശ്രമിച്ചു. ആ ചെയർ ഇനി തേക്ക് കൊണ്ടാണോ ഇറ്റ് കൊണ്ടാണോ ഉണ്ടാക്കിയതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. മൊത്തത്തിൽ അതൊക്കെ കഴിഞ്ഞു തിരിച്ച് വീണ്ടും ട്രെയിനിൽ നാട്ടിലേക്ക്. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഞാൻ ആ യാത്രാ വിവരണങ്ങളൊക്കെ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതാ സർപ്രൈസായ ഒരു കേക്ക് മുന്നിൽ വന്നു. അതിലെഴുതിയിരിക്കുന്നു 6th month ലിയാം എൽമർ. എന്തോടെ ഈ 6th monthന് ഇത്ര പ്രത്യേകത? ഞാനൊന്നും ചോദിക്കാമെന്നല്ല, കേക്കല്ലേ അടിച്ച് ചാമ്പാന്ന് വിചാരിച്ചു. അതാ എവിടെയും വന്നിരിക്കുന്നു ഈ പണ്ടാരം. പോടാ, അവനോട് പോകാൻ പറ. അവൻ പോണ മട്ടില്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്തു. കാക്ടസിന് വയ്ക്കുക.